ആരോഗ്യമന്ത്രിയുമായി നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടതോടെ ആശാവർക്കർമാർ ഇന്നു മുതൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. ആശാവർക്കർമാരുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ രാജ്യസഭയിൽ ആവർത്തിച്ചു. ഇതിനിടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനായി മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് തിരിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഇന്നെന്തായാലും 3ാം ഘട്ട സമരം എന്ന നിലയിൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് സമരക്കാർ ആയവർ. ഇന്ന് 3 പേർ നിരാഹാരമിരിക്കുന്നു. ആരൊക്കെയാണ് നിരാഹാര സമരത്തിന് നേതൃത്വം നൽകുന്നത്? ഡൽഹിയിലേക്ക് മന്ത്രി തിരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നു. മറ്റു വിശദാംശങ്ങൾ കൂടി. മണിയോടുകൂടി നിരാഹാര സമരം ആരംഭിക്കുമെന്നാണ് ആശാ വർക്കേഴ്സ് സമരസമിതി അസോസിയേഷൻ പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് 3 പേരാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും സമരം അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. കഴിഞ്ഞ ദിവസം NHM ഡയറക്ടറുമായി ആദ്യഘട്ട ചർച്ച നടത്തി. അതിനുശേഷം മന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തി. ഈ 2 ചർച്ചകളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അവർ ആദ്യഘട്ടം മുതൽ പറയുന്ന ആവശ്യങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അതിൽ ആശാ വർക്കേഴ്സ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. നിങ്ങൾ സമരം ചെയ്യുന്നതിൽ കഷ്ടമുണ്ട്, കാരണം നിങ്ങൾ സമരം അവസാനിപ്പിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ നിലവിൽ അവർ പറയുന്ന 3 ഇരട്ടി 7,000 രൂപയിൽ നിന്നും 21,000 രൂപയിലേക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന ഒരു കാര്യത്തിലേക്ക് നിലവിൽ കടക്കാൻ കഴിയില്ല എന്ന ഒരു സൂചനയാണ് ഇന്നലെ മന്ത്രി നൽകിയത്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്ര വലിയൊരു തുക കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാകും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം NHM ഡയറക്ടറും ആരോഗ്യമന്ത്രിയും ശ്രമിച്ചിരുന്നു. പക്ഷേ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും കേന്ദ്രമന്ത്രിയുമായി ഇന്ന് ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് മന്ത്രി വീണ ജോർജ് എത്തിയത്. ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ ഡൽഹിക്ക് പുറപ്പെടും. ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമായും ഇതിലൊരു പ്രതീക്ഷ ഉള്ളത്, നേരത്തെ തന്നെ ജെ.പി. നദ്ദ പാർലമെന്റിലും കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ആവർത്തിച്ചിരുന്നു. ഈ ആശാ വർക്കേഴ്സുടെ വേതനം അത് വർദ്ധിപ്പിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എപ്പോൾ വർദ്ധിപ്പിക്കും, എത്ര രൂപ വർധനമുണ്ടാകുമെന്ന കാര്യത്തിലൊന്നും ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇന്ന് മന്ത്രി സംസാരിക്കുമ്പോൾ ഈ ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടും അവർക്ക് നൽകേണ്ട തുകയുമായി ബന്ധപ്പെട്ടുമൊക്കെ അക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും, ഈ ചർച്ചയിൽ വ്യക്തമാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കേന്ദ്രം ഒരു അനുഭാവപൂർവമായ സമീപനം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രം ആവർത്തിക്കുന്നു. അത്തരത്തിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടാണ് പണം നൽകാത്തതെന്ന് പറയുന്നു. മാത്രമല്ല ഒരു പൈസയും ഇനി നേരത്തെ സമർപ്പിച്ച രേഖകളിലുള്ള ഒരു തുകയും സംസ്ഥാനത്തിന് നൽകാനില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ചർച്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയും നിർണായകമാകും. എന്തായാലും ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം ആശാ വർക്കേഴ്സിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. ശരി ചന്തു, അതുതന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചന്തു ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.